40 ഇഞ്ചിന് മുകളിൽ സ്ക്രീൻ സൈസ് ഉള്ള ഒരു സ്മാർട്ട് ടി വി വാങ്ങണമെന്ന് വിചാരിക്കുക. സാംസങ്ങോ എൽ ജിയോ സോണിയോ മറ്റേത് ബ്രാൻഡായാലും ഒരു 20,000 മേളിൽ വില വരും. അതേ ഫീച്ചേഴ്സൊക്കെ തന്നെ നമുക്കൊരു 12,000 രൂപയ്ക്ക് എറൗണ്ട് പ്രൈസ് റേഞ്ചിൽ അതിലും വലിയ സ്ക്രീൻ സൈസിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. ഒരു സ്മാർട്ട് ടി വിയിൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതെ, ഒരു ആൻഡ്രോയിഡ് പ്രൊജക്ടറിൻ്റെ റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തേത്. $12,670 രൂപയ്ക്ക് ഷോപ്പ് ക്ലൂസ് എന്ന വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച ആൻഡ്രോയിഡ് LED പ്രൊജക്ടറാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിൻ്റെ ബോക്സിലെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇത് 1250x720 നേറ്റീവ് HD പ്രൊജക്ഷനാണ്. LCD പ്ലസ് LED ടെക്നോളജിയാണ്. അതായത് ഫ്രണ്ടിലൊരു LCD സ്ക്രീൻ ഉണ്ട്, അതിൻ്റെ ബാക്കിൽ നിന്ന് LED ലൈറ്റ് അടിച്ചിട്ടാണ് നമുക്ക് ഈ വിഷ്വൽസ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. 1.9 കിലോഗ്രാമാണ് ഇതിൻ്റെ ഭാരം. ഇതിൻ്റെ ഫോം ഫാക്ടർ നോക്കുകയാണെങ്കിൽ 307x206x125 mm ഇതാണ് ഇതിൻ്റെ ഡയമെൻഷൻസ്. ഇത് വൈറ്റ് കളറിലും ബ്ലാക്ക് കളറിലും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പവർ കൺസപ്ഷൻ വളരെ കുറവാണ്. ഏകദേശം ഒരു 0.3 ആംപിയറിൽ എടുക്കുന്നുള്ളൂ. അതായത് 80 വാട്ട്സാണ് ഇതിൻ്റെ മാക്സിമം പവർ കൺസപ്ഷൻ. ഇതിൻ്റെ മോഡൽ നമ്പർ HQ4 എന്നാണ്. ഇതൊരു ചൈനീസ് ബ്രാൻഡാണ്. ഇതിൻ്റെ അടിയിലൊരു ബോട്ടം ഫയറിംഗ് സ്പീക്കർ നമുക്ക് കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി സൗണ്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻപുട്ട് നോക്കുകയാണെങ്കിൽ ഒരു HDMI വീഡിയോ ഇൻപുട്ടും പിന്നെ 2 USB പോർട്ടുകളുണ്ട്. ഒരു ഓഡിയോ വീഡിയോ ഇന്നുണ്ട്. പിന്നെ ഒരു മൈക്രോഫോൺ ഓക്സ് കേബിൾ, അതായത് ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഔട്ടുണ്ട്. പിന്നെ ഒരു ബാക്ക് സൈഡിൽ ഒരു VGA ഔട്ടും നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു മുകളിലായി 4 നാവിഗേഷൻ ബട്ടൺസ്, ഒരു മെനു ബട്ടൺ, പവർ ബട്ടൺ, സോഴ്സ് ബട്ടൺ, ബാക്ക് ബട്ടൺ, OK ബട്ടൺ എന്നീ ബട്ടൺസും കാണാൻ പറ്റും. ഈ പ്രോഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഇത് പ്രൊജക്ടർ ലെൻസ് അടച്ചു വെക്കാനുള്ള അടപ്പാണ്. ഇത് ഈ പ്രൊജക്ടറിൻ്റെ റിമോട്ടാണ്. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ്. ഇതിനകത്ത് വീഡിയോ സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻസായ യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം അതുപോലെ പല വെബ്സൈറ്റുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ആൻഡ്രോയിഡ് ആപ്സ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് 2 USB പോർട്ടുകളുണ്ട്. ഈ 2 USB പോർട്ടിൽ നമുക്ക് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കും മറ്റ് പല സ്റ്റോറേജ് ഡിവൈസുകളും കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ കണ്ടൻറ്റുകളും, എല്ലാ ഫോർമാറ്റിലുള്ള കണ്ടൻറ്റുകളും 4K വരെ നമുക്ക് 60 FPS പ്ലേബാക്ക് കിട്ടുന്നതാണ്. അതുപോലെ ഗൂഗിൾ ക്രോം കാസ്റ്റിൻ്റെ ഫീച്ചേഴ്സ് പോലെ തന്നെ സ്ക്രീൻ ഷെയറിങ്, ആൻഡ്രോയിഡ് ഫോൺ ഷെയറിങ്, സ്ക്രീൻ മിററിങ് ഇവയെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീട്ടിലിപ്പോൾ ഒരു TV ഉണ്ട്, ഒരു പ്രൈമറി TV. അങ്ങനെ അവർക്കൊരു സെക്കൻഡറി TV ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു സ്മാർട്ട് TV ഉണ്ടെന്നുണ്ടെങ്കിൽ, റൂമിൽ വെച്ച് യൂസ് ചെയ്യാൻ ഒരു TV ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇത് പരിഗണിക്കാവുന്നതാണ്. ഇങ്ങനത്തെ ആൻഡ്രോയിഡ് പ്രൊജക്ടറുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കണ്ടൻറ്റുകളും പ്ലേ ചെയ്യാം. ഫോൺ ഷെയറിങ് അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് പോകുമ്പോൾ ഒരു TV ഒക്കെ ആണെങ്കിൽ, ഒരു വലിയ LED TV ഒക്കെ ആണെങ്കിൽ കൊണ്ടു നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് വളരെ ലൈറ്റ് വെയ്റ്റും കോമ്പാക്റ്റും ആയതുകൊണ്ട് തന്നെ നമുക്ക് കൊണ്ടു നടക്കാം. അതുപോലെ തന്നെ ഒരു വെള്ള ഭിത്തി മാത്രം മതി നമുക്കിത് പ്രൊജക്റ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ വൈഫൈ കണക്ടിവിറ്റി, ബ്ലൂടൂത്ത് ഇവയെല്ലാം തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈഫൈ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ TV ചാനൽ കാണുന്നുണ്ടെങ്കിൽ ജിയോ TV, അതുപോലെ എയർടെൽ എക്സ്ട്രീം ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസൊക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് TV ലൈവായിട്ട് കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ റിമോട്ട് യൂസ് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ പ്രൊജക്ടർ ബാക്ക് സൈഡിലാണ് ഇരിക്കുന്നത്, സ്ക്രീൻ ഫ്രണ്ടിലും. അപ്പോൾ നമ്മൾ സ്ക്രീനിനെ നോക്കി തന്നെ, അതായത് സ്ക്രീനിന് നേരെ വെച്ച് തന്നെ നമുക്ക് റിമോട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രൊജക്ടറിന് നേരെ റിമോട്ട് വെക്കേണ്ട കാര്യമില്ല. ആ രീതിയിലാണ് ഇതിൻ്റെ റിമോട്ടിൻ്റെ ഇൻഫ്രാറെഡും അതിൻ്റെ ബ്ലാസ്റ്റിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് വേർഷൻ 8ഉം
1 GB റാമും 8 GB റോമും അതുപോലെ ഡ്യുവൽ കോർ പ്രൊസസ്സറുമാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വെറൈറ്റി അൺബോക്സിങ് വീഡിയോസും റിവ്യൂസ് വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.